നവോമിയും രൂത്തും ഇവരൊരുമിച്ച് ചേർന്ന് ബേദലഹേം വരെ നടന്നു. സ്തോത്രം. ഒരുമിച്ച് നടക്കാമോ? ഒരുമിച്ച് നിൽക്കാമോ? ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? യെസ്, ഒരുമിച്ച് യാത്ര ചെയ്യാമോ? അതൊരു അനുഗ്രഹമാണ് അല്ലേ? സ്തോത്രം. ഞാൻ ആ വിഷയത്തിലേക്ക് കയറുന്നില്ല. ഭാഗ്യവശാ അവൾ ചെന്നത് ആരുടെ വയലില? സ്തോത്രം. ഞാൻ എപ്പോഴും ഈ വചനങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട്. നമ്മുടെ ഭാഗ്യമല്ലേ ഈ വയലിൽ വന്നേ? നമ്മുടെ ഭാഗ്യമാണോ? അതെ. എത്ര പേര് പറയുന്നു, കർത്താവ് എൻ്റെ ഭാഗ്യപ്പ ഈ വയല്. ഈ പട്ടണത്തിൽ എത്രയോ വയലുണ്ട്, ആ വയലിലൊന്നും പോകാതെ കർത്താവേ ഞങ്ങളെ ഈ വയലിൽ കൊണ്ടുവന്നതിനായിട്ട് എത്ര പേരൊന്ന് സ്തുതിക്കും മക്കളെ. ഓ, എത്ര പേർ പറയൂ, നമുക്ക് തന്ന ഭാഗ്യം, നമുക്ക് തന്ന പദവി, നമുക്ക് തന്ന സ്നേഹം, ആമേൻ, നമുക്ക് തന്ന കരുത്. ഉടമലറികനകട. ഒരു ദൈവത്തെ നീ ചുമക്കണ്ട, ഒരു ദൈവത്തിന് വേണ്ടി നീ കത്തിക്കണ്ട, ഒരു ദൈവത്തിന് വേണ്ടി നിന്റെ ശരീരത്തെ മുറിവേൽപ്പിക്കണ്ട. എന്റെ സ്വർഗത്തിൽ അപ്പൻ നമ്മളെ വഹിക്കോ, അവൻ നമ്മെ ചുമക്കോ, അവൻ നമ്മെ സ്നേഹിക്കോ. പറ, ഭാഗ്യമാ. കുഞ്ഞുങ്ങളൊക്കെ പറ, ഞങ്ങളുടെ ഭാഗ്യപ്പ. യേശുവിനെ അറിയാൻ ലഭിച്ചത് എന്റെ ഭാഗ്യമാ. സ്തോത്രം. അവൾക്ക് വയൽ എന്തെന്ന് അറിയത്തില്ല. സ്തോത്രം. ഈ രൂത്തിന്റെ പുസ്തകം നമ്മൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ടല്ലേ? പക്ഷെ ഓരോ വാക്യത്തിനകത്തും ആഴമേറിയ വെളിപ്പാടാ. കർത്താവ് വ്യത്യസ്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക, വ്യത്യസ്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇതിനകത്ത് ഓരോ വാക്യത്തിനകത്തും വചന വെളിപ്പാടില്ല. പക്ഷെ എല്ലാം നമുക്ക് പറയാൻ സമയം കിട്ടില്ല. ഇവക്ക് വയൽ അറിയത്തില്ല, വയലിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല, എന്തുവാന്നൊന്നും അറിയില്ല അല്ലേ? വിശ്വസിക്കുന്നു മക്കളെ, നമുക്കൊന്നും അറിഞ്ഞില്ല അല്ലേ? അതുപോലെ മോവാബിൽ ജനിച്ചു വളർത്തപ്പെട്ട അവക്കൊന്നും അറിയില്ല. പക്ഷെ അവക്കൊന്നറിയാം. അതാ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒറ്റ കാര്യം, അവക്കൊന്നറിയാം. എന്താന്നറിയാവോ? എന്താ? എന്നോട് ദയ കാണിക്കുന്ന ഒരുവൻ ആ വയലിലുണ്ട്. സ്വതന്ത്രം പോരാ. എന്നോട് ദയ കാണിക്കുന്ന ഒരുവൻ ആ വയലിലുണ്ട്. അവനിൽ ആശ്രയിച്ച് ഞാൻ കതിർ പറക്കും.